വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഷുബാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലാണ്. ഇവിടെ ഞങ്ങൾ ഒന്ന് സൈഡ് സീനൊക്കെ വന്നിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ. വലിയ പാലസാണ്. ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് നമ്മൾ എടുത്തതിന് ശേഷം വേണം ഉള്ളിൽ പോകാൻ. കുറേ നല്ല വലിയ പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ കുറേ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടക്കുന്ന കുട്ടികളുടെയൊക്കെ അവർ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എല്ലാം കാഫേ എല്ലാം അതിൻ്റെ അകത്ത് തന്നെ എല്ലാ സാധനവും ഉണ്ട്. Residential suite. Independence Palace ആണ്. Independence Palace ആണ്. There's a long history behind this palace. ഇതവർ ക്യാപ്ചർ ചെയ്തതാണ്. There was a lot of fight between US, right? France and US. പക്ഷേ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്, പക്ഷേ മോഡേണൈസ്ഡ്. വെൽ മെയിൻറ്റെയിൻ ആണ് കേട്ടോ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല സോഫ ആവട്ടെ, കാർപ്പറ്റ് ആവട്ടെ, എല്ലാ സാധനം നീറ്റ് ആൻഡ് ക്ലീൻ, പുതിയതുപോലെ ഇപ്പോൾ കണ്ടാലും കൂടെ പുതിയതുപോലെ കാണും. കിച്ചന് അവർ കുറേ താമസിക്കാൻ അവർ ഗസ്റ്റ് ഹൗസ് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാം പുതിയതുപോലെ കിടക്കുന്നുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഓരോ റൂമായിട്ട് അവർ ഡിവൈഡ് ആക്കി വെച്ചിരിക്കും, മീൻസ് കവർ ചെയ്ത് വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല. വെളിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. ചർച്ചാവട്ടെ, പോസ്റ്റ് ഓഫീസ് എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് നടന്നിട്ട് ഞങ്ങൾ ചർച്ചിൻ്റെ അവിടേക്ക് പോയി. പക്ഷെ ചർച്ചിൽ എൻട്രി ഉണ്ടായിരുന്നില്ല, ടൈമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോസ്റ്റ് ഓഫീസും അതേപോലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ കുട്ടികൾ അവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ആ നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ ഉള്ളിൽ പോയി. നല്ല ചൂടും ഉണ്ടായിരുന്നു. വെയിൽ വരും. പിന്നെ വെയിലൊന്നും മറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിരുന്നു. ഹ്യൂമിഡിറ്റി ഒരുപാട് കൂടുതലായിരുന്നു. വേർത്ത് ഒലിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അവിടെ. പിന്നെ വർക്കിംഗ് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സാധനവും ഉണ്ട്. സുവീനിയറൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടെ പോസ്റ്റ് കാർഡ്, ഇതൊക്കെ അവിടെ കുറേ പേര് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് അവർ അഡ്രസ്സിലേക്ക് തന്നെ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീടെത്തുമ്പോഴേക്കും അവർക്ക് ആ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അങ്ങനെയും അവിടെ കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ സാധനം അവിടെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ സുവീനിയറായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം പോസ്റ്റ് കാർഡ് ആവട്ടെ, സ്റ്റാമ്പ്സ് ആവട്ടെ, പിന്നെ എൻവലപ്പ് എല്ലാം അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് പോസ്റ്റ് ഓഫീസാ, വലിയ പോസ്റ്റ് ഓഫീസാ. ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിസയിലേക്ക് പോയി, കഴിക്കാൻ വേണ്ടി പോയി. എങ്ങനെയുണ്ട് നമ്മുടെ ഇളനീർ വെള്ളം? ഇതൊക്കെ ഇളനീർ വെള്ളം നമുക്ക് ഇതെങ്ങനെ ചെത്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ കൊണ്ടുപോയി വിൽക്കാം. ഐസ് ഇട്ടിട്ട് ആക്ച്വലി അതെന്താ ചെയ്തിരിക്കുന്നത്, എല്ലാ ഇളനീർ വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് ഐസ് ഇട്ടിട്ട് അല്ലാതെ ഇത് വെച്ചിരിക്കുക. അങ്ങനെ ഫ്രീസിലിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പാത്രത്തിലാക്കിയിട്ട് ഇതിനെ റെഡിയാക്കിയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ചിലപ്പോ തേങ്ങ കഴിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തേങ്ങയാണ് നമ്മൾ വിയറ്റ്നാമിൽ വന്ന് തിന്നണത്.
രസകൂടാ അല്ലേ? കുടിയോ? മധുരം കുടിയോ? പാഷൻ ഫ്രൂട്ടിന്റെ ഫുള്ളത് അത് ഒഴിക്കേണ്ടി വരും എന്തായാലും ഫുൾ ഒഴിച്ചോ? എന്നാലും അത് എല്ലാം പിസ്സ ഏതാ പിസ്സ? Burrata salad. ഓക്കെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചെയ്തില്ല. ചിക്കൻ തെരിയാക്കി ചിക്കൻ നന്നായിട്ടോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.